ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഐക്യു ഓപ്ഷനിലെ ഒരു ബിഗിനർ ഗൈഡാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഐക്യു ഓപ്ഷനിലോട്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേർക്കും നമ്മുടെ ബിഗിനറിന് വേണ്ടി അറിയാനുള്ള കുറച്ച് ബേസിക്സ് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും അറിയാതെയാണ് അവർ വരുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന അത്ര കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ബേസിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ട്രേഡിങ്ങിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലാത്തതിനുള്ള ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്ന ടൈമിൽ ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഞാൻ വന്നിട്ട് ഒരു 5 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് മേക്ക് ചെയ്ത് ഇടുന്നതായിരിക്കും. നിങ്ങളിതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. ഐക്യു ഓപ്ഷൻ എന്നാണ് ആപ്പിൻ്റെ പേര്. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പോയി നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ വലിയ വലിയ കമ്പനികൾ അതുപോലെ പ്രൈസ് റേഞ്ചിനെ കുറിച്ചാണ് ഈ കണ്ടില്ലേ, ഇങ്ങനെ മേലേക്കും താഴേക്കുള്ള അനലറ്റിക്സ്. അതായത് പ്രൈസ് മേലെ പോവോ താഴെ പോവോ, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചിലർ ഇതിന് ഗാംബ്ലിംഗ് ആണ് എന്നെല്ലാം പറയും. പക്ഷേ ഇത് ഗാംബ്ലിംഗ് ഒന്നുമല്ല. നമ്മളെ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിതിൽ ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്തതുമേ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതാണല്ലേ, ഇവിടെ ഈ 1 സെക്കൻഡ് കാണിക്കുന്നുള്ളത്, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മറ്റേ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു പിക്ചർ ഉണ്ടാകും. നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് വേണ്ടത്. അതായത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട് നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. പ്രൈസസ് നമുക്ക് മനസ്സിലാക്കാനും മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാനും. പിന്നെ നമുക്ക് ഈ ഓട്ടോ സ്കെയിലിംഗ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ആക്കി ഇടുക. കാരണം ഓട്ടോ സ്കെയിലിംഗ് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ടൈം നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് 5 സെക്കൻഡ് ആയിരിക്കും കിടക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും 1 മിനിറ്റ് ക്യാൻഡിൽ സെറ്റ് ചെയ്യാനാണ്. അതായത് 1 മിനിറ്റ് ടൈം ഇൻ്റർവെല്ലായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ബെസ്റ്റ് അല്ല, നിങ്ങൾക്ക് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ 1 മിനിറ്റാണ് എല്ലാവരും കൂടുതലും ചെയ്യുക. അതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് ടൈം ഇൻ്റർവെല്ല. അതായത് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലില്ലേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് മാർക്കറ്റിന് ബയേഴ്സ് കൂടുതലാണ്. അതുപോലാണ്ട് ഓപ്പൺ പ്രൈസ് ക്ലോസിംഗ് പ്രൈസിനെക്കാട്ടി ഹൈ ആണ് എന്നാണ് ഈ ഗ്രീൻ ക്യാൻഡിലും കൊണ്ട് സൂചിപ്പിക്കുന്നത്. റെഡ് ക്യാൻഡിൽ എന്ന് പറയാൻ മാർക്കറ്റിൻ്റെ ഡൗൺവേർഡ് ട്രെൻഡാണ്. അതായത് നിങ്ങൾ ട്രെൻഡ് ഉപയോഗിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അതായത് അത് കുറേ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് മലയാളത്തിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്ട്രാറ്റജീസും എങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാമെന്നൊക്കെ അപ്പോൾ ഈ റെഡ് കളർ ക്യാൻഡിൽ എന്ന് പറയുന്നത് മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. അതേസമയം ഓപ്പോസിറ്റ് ഗ്രീൻ ആണെങ്കിൽ മാർക്കറ്റ് മേലോട്ട് പോകുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിൽ നമ്മളെന്താ ചെയ്യാനുള്ളതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ മേലോട്ട് പോവുമോ താഴോട്ട് പോവുമോ? മേലോട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങൾ കോൾ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതേസമയം താഴോട്ടാണ് പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുട്ട് ഓപ്ഷൻ കൊടുക്കണം. നിങ്ങളുടെ ഒപ്പീനിയനാണ്. അതായത് നിങ്ങൾ മാർക്കറ്റ് അനലൈസ് ചെയ്യാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹത്തിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ വരുന്ന 100% ആൾക്കാർക്കും പ്രോഫിറ്റ് കിട്ടുന്നില്ല, നഷ്ടമാണ് വരുന്നത്. ബാക്കി ഓൺലി 10% ആൾക്കാർക്ക് മാത്രമാണ് ഇതിന് നല്ല രീതിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിനെ ഒന്ന് നന്നായി സ്റ്റഡി ചെയ്തുകൊണ്ട് മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് 2 അക്കൗണ്ട് ലഭ്യമാണ്. അതായത് നിങ്ങൾക്കിവിടെ ഒരു ട്രയൽ അക്കൗണ്ടും കാണും, ഒരു റിയൽ അക്കൗണ്ടും കാണാം. ഒരു പ്രാക്ടീസ് അക്കൗണ്ട് ഇവിടെ ഉണ്ട്. ഇതാണല്ലോ ഒരു പ്രാക്ടീസ് അക്കൗണ്ട് ഉണ്ട്. പ്രാക്ടീസ് അക്കൗണ്ടിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൈസ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ഇവിടെ റീലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും $10,000 വെച്ചിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിത് അക്കൗണ്ടിലേക്ക് മാറ്റാനോ ഒന്നും പറ്റില്ല.
ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഈ റിയൽ അക്കൗണ്ടിലും പ്രാക്ടീസ് അക്കൗണ്ടിലും മാർക്കറ്റ് കണ്ടീഷൻ സെയിം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രാക്ടീസ് അക്കൗണ്ടിൽ തെറ്റിദ്ധരിപ്പിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. അത് നിങ്ങൾ ഒരിക്കലും ഇതിൽ വരണം എന്നല്ല ഞാൻ പറയണത്. ഈ ഇതിലും നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ടൈം ഇൻ്റർവെല്ല് 1 മിനിറ്റ് സെലക്ട് ചെയ്തതുകൊണ്ട് ഈ ഓരോ ക്യാൻഡിലും ഇപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ ആയാലും ഈ ഗ്രീൻ ക്യാൻഡിലായാലും ഓരോ മിനിറ്റ് ക്യാൻഡിലാണ്. അതായത് 1 മിനിറ്റിലാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ മിനിറ്റ് ക്യാൻഡിലായിരിക്കും നല്ലത് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ടൈം ഇൻ്റർവെല്ല്, അതായത് ഇപ്പോൾ നമ്മളൊരു ട്രേഡ് നിങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയണു ഈ ട്രേഡ് ഇപ്പോൾ താഴെ പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ പുട്ട് ഓപ്ഷൻ കൊടുത്തു. പുട്ട് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം എത്ര മിനിറ്റിലാണ് താഴെ പോകുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓട്ടോമാറ്റിക്കായി 1 മിനിറ്റിലായിരിക്കും കിടക്കുക തോന്നുന്നു. ഇതാണല്ലോ ഇവിടെ ഒരു 1 മിനിറ്റ് കിടക്കുന്നുണ്ട്. ആ 1 മിനിറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഐക്യു ഓപ്ഷൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടെണ്ണം ഞാൻ ചിലപ്പോൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നീ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് ട്രേഡ് ഓപ്പൺ ചെയ്യണം അല്ലേ, കാരണം നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ യൂറോ USD ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മേലത്തെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല ഇവിടെ എത്രയും ഉണ്ട്. നിങ്ങൾക്ക് ഫോറക്സ് വേണമെങ്കിൽ ഫോറക്സ്, പിന്നെ സ്റ്റോക്സ്, ക്രിപ്റ്റോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ലഭ്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ ചാടിക്കയറി ഡെപ്പോസിറ്റ് ചെയ്ത് പൈസ കളയാതിരിക്കുക. പ്രാക്ടീസ് അക്കൗണ്ട് ഉണ്ട്, എത്ര വേണമെങ്കിലും അതിൽ പൈസ കിട്ടും. നിങ്ങൾ അതിൽ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അവസാനം നിങ്ങൾ ഒരു 10 ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 7 ട്രേഡൊക്കെ സക്സസ് ആകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രം നിങ്ങൾ കയ്യിലുള്ള പൈസ മുടക്കാനായിട്ട് നിൽക്കുക. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ചെയ്താണ്. ഞാൻ ശരിക്കത്തെ എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോൾ മൂവിങ് ആവറേജ് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റോക്കാറ്റിക് ഓസിലേറ്റർ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് മാക്സിമം ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബേസിക്കായിട്ട് ആദ്യം തൊട്ട് ഞാൻ തുടക്കത്തിൽ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ നിങ്ങൾ കാണിച്ചു തന്നത്. പിന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര ഒരു ട്രേഡ്, അതായത് ഒരു ബെറ്റ് കെട്ടുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറയണു ഈ ഗ്രീൻ ക്യാൻഡിലിന് ശേഷം അടുത്ത ഒരു ക്യാൻഡിൽ റെഡ് ആകും. റെഡ് എത്ര ഞാനിപ്പോൾ ഇതാ പറഞ്ഞു, ഈ $1 നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് $1 ആണ്. $1 ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതിൽ താഴെയില്ല. പിന്നെ ഇതിൽ ഡെപ്പോസിറ്റ് $10 മുതൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ $1 ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. പുട്ട് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ $1 ഇട്ടിട്ട് നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് പ്രോഫിറ്റ് എന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് 89% പ്രോഫിറ്റ് കിട്ടുക. അത് പ്രോഫിറ്റിൻ്റെ അളവ് ഡെയിലി ഐക്യു ഓപ്ഷനിലെന്ന് പറയുമ്പോൾ മറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിനെ അപേക്ഷിച്ചിട്ട് നല്ല രീതിക്ക് കമ്മീഷൻ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് അവരെടുക്കുന്നുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു ഐക്യു ഓപ്ഷൻ ഇത്ര പെട്ടെന്ന് ഫേമസ് ആകാൻ കാരണം. പിന്നെ നിങ്ങൾക്ക് ഇതപ്പോൾ എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇത് വിശ്വാസമില്ല, ഇനി എന്തായാലും ഇതാണല്ലോ ഇവിടെ എനിക്ക് പ്ലസ് 52% പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എനിക്ക്. എന്നാലും എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്ക് പ്രോഫിറ്റ് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആരും അങ്ങനെ അധികം സെല്ല് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് ഇത്ര മതി, ഞാനിവിടെ ട്രേഡ് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ല പറഞ്ഞാൽ എനിക്ക് ഇവിടെ ടൈം കൊടുക്കണ്ടല്ലേ, എനിക്ക് വെയിറ്റ് ചെയ്താൽ മതിയാവും. ഈ 33 സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കാം. അപ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കവർ ചെയ്തെടുക്കാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറയുമ്പോൾ ഈ ഒരു കോമ്പസിൻ്റെ ഒരു സിമ്പലില്ലേ അവിടെ, അതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അല്ല, സോറി. അതിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്കൽ ടൂൾസ് കാണിക്കും. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഇൻഡിക്കേറ്റേഴ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓരോ ഓപ്ഷനും ഓരോ നല്ല നല്ല കാര്യങ്ങളാണ് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പം എൻ്റെ ഈ ട്രേഡ് എനിക്ക് കിട്ടിയില്ല, കാരണം ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു $1 വെച്ച് കളിച്ചാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ പ്രാക്ടീസ് അക്കൗണ്ട് തന്നെ റിയൽ അക്കൗണ്ട് ആണെന്ന് ഭാവിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഇതിലെന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൽ ഓപ്ഷൻസൊക്കെയാണ്. ഓപ്ഷൻസൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സെറ്റിങ്സിലോട്ട് പോകണം. ഡെപ്പോസിറ്റ്, വിഡ്രോ എന്ന് വെച്ചാൽ എൻ്റെ പൈസ ആയിട്ടില്ല. വിഡ്രോ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ
നെറ്റ് എല്ലർ, വെബ് മണി, സ്ക്രില്ല് ഇതൊക്കെയാണ് വിഡ്രോ ഓപ്ഷൻസ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വിസയോ മാസ്റ്റർ കാർഡോ ഉപയോഗിച്ച് നമുക്ക് ATM കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത ട്രേഡുകളുടെയും കാര്യങ്ങളുടെയൊക്കെ ഹിസ്റ്ററി ഇവിടെ നിന്ന് ലഭിക്കും. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ട്രേഡിംഗ്, സെക്യൂരിറ്റി, നോട്ടിഫിക്കേഷൻ, സെഷൻസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇതൊന്ന് കയറ്റി ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഒരുപാടൊന്നും വിശദീകരിക്കാത്തത്. പിന്നെ സപ്പോർട്ട്, റേറ്റ് ടെസ്റ്റ്, ലോഗൗട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻസ് തന്നെയാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും പെൻഡിങ് ആണെങ്കിലും ക്ലോസ്ഡ് എല്ലാത്തിൻ്റെയും ഇവിടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് അനലിസിസ് ആണ്. അതായത് എന്തെങ്കിലും ന്യൂസ്, അതായത് ഈ യൂറോ, USD, JPY ഇങ്ങനത്തെ ഈ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലുള്ള അല്ലെങ്കിൽ ന്യൂസ് ഇപ്പോൾ അപ്പുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ പ്രൈസ് മൂവ്മെൻറ്റ്സ്, ഏതൊക്കെ കമ്പനിയുടെ പ്രൈസ് കൂടുതൽ കമ്മി അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ വീഡിയോ ട്യൂട്ടോറിയൽ, അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെയും ഇതും ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാർക്കറ്റ് അനലൈസ്, മാർക്കറ്റ് ന്യൂസിനെ കുറിച്ചിട്ടുള്ളത്. പിന്നെ ചാറ്റ്സ്, അതായത് സപ്പോർട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയിട്ട് ചാറ്റ് ചെയ്ത് ചോദിക്കാനൊക്കെ സാധിക്കും. പിന്നെ OTN ടോക്കൺസും ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ബേസിക്കായിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങുക. കാരണം നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ വീഡിയോ എത്ര മിനിറ്റ് ആയിട്ടുണ്ട് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എല്ലാവരും വരണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം വരിക. വന്നിട്ട് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. പക്ഷെ അതേപോലെ പൈസ പോവുകയും ചെയ്യും. നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് വേണം കളിക്കാനായിട്ട്. അപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് നല്ല എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മാക്സിമം അതിനെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുപോലുള്ള ടെക് വീഡിയോസ്, ഹാക്കിംഗ് റിലേറ്റഡ് വീഡിയോസ്, മാർക്കറ്റ് അനലിസിസ്, മണി മേക്കിംഗ് വീഡിയോസ് ഇതിനൊക്കെയായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.